ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കീം എക്സാമിനേഷൻ്റെ പാർട്ട് 3 വീഡിയോ, അതായത് അപ്ലിക്കേഷൻസ് റിജക്ഷൻസ് എന്തുകൊണ്ടാണ് ആവുന്നത്. ഇപ്പോൾ പല കുട്ടികളും പല സെൻറ്റേഴ്സുകളിൽ പോയിട്ടോ അല്ലെങ്കിൽ സെൽഫായിട്ടോ എല്ലാം കീം അപ്ലിക്കേഷൻസ് മൂവ് ചെയ്തിട്ട് പലർക്കും റിജക്ഷൻസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി വിളിച്ച് ചോദിച്ചു, മേഡം ഞങ്ങളിങ്ങനെ അപ്ലിക്കേഷൻ കൊടുത്തതായിരുന്നു, പക്ഷേ റിജക്ഷൻ ആയി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് പാർട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2 നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഇൻസൈറ്റ് 360യുടെ മെൻറ്റേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻസൈറ്റ് 360യുടെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ കൂടി ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തുകൊണ്ടാണ് റിജക്ഷൻസ് ആവുന്നത്, അതുപോലെ നിങ്ങൾ എക്സാം ഹാളിൽ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ കീം ഹാൾ ടിക്കറ്റിൽ അഡ്മിറ്റ് കാർഡ് നൽകി കഴിഞ്ഞാൽ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. പരീക്ഷാ കേന്ദ്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അഡ്മിറ്റ് കാർഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ കൈവശം വെക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇനി അനുവദനീയമല്ലാത്ത ഒരു വസ്തുക്കൾ, പെൻസിലുകൾ, ഇറൈസറുകൾ, കറക്ഷൻ ഫ്ലൂയിഡുകൾ, അതുപോലെ കാൽക്കുലേറ്ററുകൾ, മറ്റെല്ലാത്തരം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് വാച്ചുകളെല്ലാം നമുക്ക് ഈ എക്സാം ഹാളിലേക്ക് അവൈലബിലിറ്റി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റ് ഹാൾസ്, അതായത് നിങ്ങൾ എക്സാം കഴിഞ്ഞതിന് ശേഷം പരീക്ഷ പൂർത്തിയാക്കുന്നതിന് മുൻപ് വിദ്യാർത്ഥികൾ അവരുടെ പരീക്ഷ ഹാളിൽ വിട്ടുപോകാനായിട്ട് അനുവദിക്കുന്ന ഒരു കാര്യമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ കീം അപ്ലിക്കേഷൻ ഫോമുകൾ എപ്പോഴും റിജക്ഷൻസ് ആവാനായിട്ടുള്ള കാരണം? അത് മെയിൻ ആയിട്ടുള്ള കാരണം അപ്ലോഡ് ചെയ്ത ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻസ്, നിങ്ങളുടെ പേഴ്സണൽ അപ്ഡേഷൻസ്, ഇതെല്ലാം എന്തെങ്കിലും എറേഴ്സ് വരുമ്പോഴാണ് മെയിൻ ആയിട്ട് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അപേക്ഷാ ഫോമിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ എങ്ങനെ അപ്ലോഡ് ചെയ്യണം, അതുപോലെ തന്നെ ആ മെനുവിനകത്ത് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കാതെ, ഇപ്പം റെസൊല്യൂഷൻസ് ആയിക്കോട്ടെ, സൈസ് വൈസ് ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാതെ വരുമ്പോൾ അത് റിജക്ഷൻ ഒരു കാരണമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ അപേക്ഷകൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള സിഗ്നേച്ചർ വ്യക്തമല്ലാതെ ആണെങ്കിൽ അല്ലെങ്കിൽ വ്യാജമാണെന്ന് തോന്നുന്ന പക്ഷം ആ ഒരു അപ്ലിക്കേഷൻ അവരെ റിജക്ഷൻ ചെയ്യാനായിട്ട് റീസൺസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ ആവശ്യമായിട്ടുള്ള രേഖകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു അപ്ലിക്കേഷൻ റിജക്ഷൻ ആവാറുണ്ട്. അതുപോലെ നാറ്റിവിറ്റി, ജനന തീയതി, അതുപോലെ എന്നിവയൊക്കെ തെളിയിക്കുന്ന ആധികാരികമായിട്ടുള്ള രേഖകൾ, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്സ് അപേക്ഷ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്ഷൻസ് ആവാനുള്ള കാരണങ്ങൾ ഒന്നാണ്. അതുപോലെ അപേക്ഷ ഫീസ് നിങ്ങൾ അടയ്ക്കാതിരുന്നാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി റിജക്ഷൻസ് ആവും. ഓരോ വിഭാഗത്തിനും ജനറൽ അല്ലെങ്കിൽ SC പോലെയുള്ളവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഫീസ് സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ അപേക്ഷാ ഫീസ് നിങ്ങൾ ശരിയായ ചാനലിലൂടെ അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ, അതായത് എങ്ങനെയാണോ ഇപ്പോൾ അതായത് DD എടുത്തിട്ടാണോ എങ്കിൽ ആ DD എടുത്തിട്ടുള്ള സിസ്റ്റം എന്താണോ കീമിൻ്റെ സിസ്റ്റം പറയുന്നത് ആ സിസ്റ്റത്തിലൂടെ തന്നെ നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഇൻസൈറ്റ് 360 ആപ്പ് വഴി നിങ്ങൾ അപ്ലിക്കേഷൻസ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻറ്റേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഓൺലൈനിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ സർവീസ് വഴി നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള റിജക്ഷൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷൻസോ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ടൈമിൽ കീമിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പണിംഗ് ടൈമിൽ ഇൻസൈറ്റ് 360 ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസൈറ്റ് 360 ആപ്പ് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ലിങ്ക് കണക്ട് ചെയ്ത് ഇൻസ്റ്റാളേഷൻ ചെയ്ത് നിങ്ങൾക്ക് തന്നെ ആപ്ലിക്കേഷൻ മൂവിങ് ചെയ്യാവുന്നതാണ്. ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ മെൻറ്റേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കീമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സുകൾ, ഈ ഒരു പറയുന്ന ഡേറ്റ്സുകളൊന്നും താൽക്കാലികമാണ്. അപ്പം നമുക്ക് എന്തായാലും ഡേറ്റ്സുകൾ കഴിഞ്ഞ വർഷങ്ങളെല്ലാം കീമിൻ്റെ പ്രൊസീജിയറുകൾ നടന്നിട്ടുള്ള ഡേറ്റ്സുകൾ നമുക്ക് നോക്കാം. കീമിൻ്റെ രജിസ്ട്രേഷൻ നോർമലി ഫെബ്രുവരി മാർച്ചിലാണ് നടക്കുക. എല്ലാ കുട്ടികളും മാം കീമിൻ്റെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആയോ എന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട് പാരൻസൊക്കെ. അപ്പോൾ ഓപ്പൺ ഇതുവരെ ആയിട്ടില്ല, നമുക്ക് ഇപ്പോൾ അടുത്ത് തന്നെ വരും. ഫെബ്രുവരി മാർച്ചോടുകൂടി നമുക്ക് വരാറുണ്ട്. നോർമലി കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ ഒരു മാർച്ച് 26 ഒക്കെ ആകുമ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ്, പേയിങ് ആപ്ലിക്കേഷൻ ഫീ, അതുപോലെ തന്നെ അപ്ലോഡ് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, നേറ്റീവ് പ്രൂഫ്, ഇതെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഡേറ്റാണ് മാർച്ച് 26. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്നത് മാർച്ച് എൻഡോട് കൂടി ഒക്കെ ആയിരിക്കാം മിക്കതും. ഈ ഡേറ്റുകളെല്ലാം വ്യത്യാസങ്ങൾ വരാം. ഞാൻ ഏകദേശം ഒരു ഡേറ്റ് കഴിഞ്ഞ വർഷത്തെയാണ് പറയുന്നത്. അതുപോലെ മാർച്ച് ഒരു എൻഡോട് കൂടി നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ അവർ സബ്മിറ്റ് ചെയ്യാൻ പറയും, അതെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ ഏപ്രിലോട് കൂടി നമുക്ക് കറക്ഷൻ ടൈമാണ്, അതായത് നിങ്ങളുടെ നെയിം, ഫോട്ടോ, സിഗ്നേച്ചർ, ഇതെല്ലാം നമുക്ക് കറക്ഷൻ ടൈം ചെയ്യാനുള്ളൊരു ടൈം പീരീഡാണ് വരുന്നത്. അതുപോലെ തന്നെ ഏപ്രിൽ എൻഡ് ഓർ മെയ് 1 കൂടി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്.
അതുപോലെ കീം എക്സാം വരുന്നത് ഏപ്രിൽ എൻഡ് 2-3 സ്റ്റേജസുകളായിട്ടാണ് നടക്കുക. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാംസുകൾ അപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പല ടൈംസിൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതിന് പ്രകാരം നിങ്ങൾ എക്സാം പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഏപ്രിൽ എൻഡ് ഓർ മെയ് ഫസ്റ്റോട് കൂടി ആൻസർ കീ റിലീസ് ചെയ്യും. ദെൻ ആൻസർ കീ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീ ചാലഞ്ചസ് വിൻഡോ ഓപ്പൺ ആവും. അതിനകത്ത് നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കീ ആൻഡ് റെസ്പോൺസ് ഷീറ്റ് റിലീസ്ഡ് ആവും. ദെൻ നെക്സ്റ്റ് മെയ്യോട് കൂടി തന്നെ നിങ്ങൾക്ക് മെയിനായിട്ടുള്ള സ്കോർ പബ്ലിക്കേഷൻസ് അവർ ചെയ്യാറുണ്ട്. ഒന്നുകിൽ മെയ് എൻഡ് അല്ലെങ്കിൽ മെയ് മിഡോട് കൂടിയൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് കീം 2026 നിങ്ങളുടെ ഫെസിലിറ്റി ടു സബ്മിറ്റ്, അതായത് മെയിനായിട്ട് നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ലിസ്റ്റുകൾ അവർ സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങളത് പ്രോപ്പറായിട്ട് അപ്ലിക്കേഷൻസ് നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങളെ കറക്റ്റായിട്ട് നമ്മൾ ഇൻസൈറ്റ് 360യുടെ സോഷ്യൽ മീഡിയ പേജ് വഴി അറിയിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ പേജൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് നമ്മൾ അതിനകത്ത് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സസുകൾക്ക് നിങ്ങൾ ഓരോ ലിസ്റ്റുകൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളതിൻ്റെ കൺഫർമേഷൻസ് കൊടുക്കുന്നതാണ്. അതുപോലെ ബിടെക്കിൻ്റെ റൗണ്ട് 1 ജൂലൈ ഫസ്റ്റോട് കൂടി അല്ലെങ്കിൽ മിഡോട് കൂടിയൊക്കെ ആയിട്ട് നമുക്ക് വരും. അതുപോലെ കൗൺസിലിംഗ് സെക്ഷൻ വയ്ക്കും. ബിടെക്കിൻ്റെ ഫസ്റ്റ് ഫേസിൽ കൗൺസിലിംഗ് വയ്ക്കും. അതുപോലെ തന്നെ കൗൺസിലിംഗ് ഫൈനൽ അലോട്ട്മെൻറ്റ് വരും ജൂലൈ എൻഡ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോട് കൂടി നമുക്ക് കൗൺസിലിംഗ് സെക്ഷൻ വരും. അതുപോലെ തന്നെ കൗൺസിലിംഗ് ഫീ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അത് കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം ഓഗസ്റ്റ് എൻഡ് ഒരു സെപ്റ്റംബർ ഫസ്റ്റിലൊക്കെ ആയിട്ട് നമുക്ക് വരും. അതുപോലെ തന്നെ കൗൺസിലിംഗ് കൺഫർമേഷൻസ് അല്ലെങ്കിൽ റീഅറേഞ്ച്മെൻറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബിടെക്കിൻ്റെ സെക്കൻഡ് റൗണ്ടിൽ അത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ ഈ ഡേറ്റുകളെല്ലാം നമുക്ക് മാറാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇതൊക്കെ ലാസ്റ്റ് ഇയേഴ്സിൽ വന്നിട്ടുള്ള ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് ആണ് ഞാൻ ഈ പറയുന്നത്. ദെൻ അതുപോലെ ബിടെക്കിൻ്റെ തന്നെ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ്സ് നടക്കും. അതിൽ നമുക്ക് സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ അലോട്ട്മെൻറ്റ്, കൗൺസിലിംഗ് പ്രൊസീജിയർ, ദെൻ ഫൈനൽ പേയ്മെൻറ്റ്, ഇങ്ങനെ നമുക്ക് ഓരോ പ്രൊസീജിയറുകളും ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, ദെൻ ഫൈനലി സ്ട്രേ റൗണ്ട് വാക്കൻസീസ് നമുക്ക് വരും. അങ്ങനെയാണ് നമുക്ക് നോർമലി കീമിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് മൂവ് ചെയ്യാറുള്ളത്. അപ്പോൾ കേരളത്തിലെ നിങ്ങൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഒരു കവാടമാണ് കീം എന്ന് പറയുന്നത്. ഇത് വെറും ഒരു പരീക്ഷ എന്നതിലുപരി വിദ്യാർത്ഥികളുടെ കഴിവും അവരുടെ അർപ്പണബോധവും അളക്കുന്ന ഒരു സമഗ്ര പ്രവേശന സംവിധാനം തന്നെയാണിത്. അപ്പോൾ എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്ക് നേരിട്ട് പ്രവേശനം നേടുന്നതിനും മെഡിക്കൽ അനുബന്ധമായിട്ടുള്ള കോഴ്സുകൾ നീറ്റ് അല്ലെങ്കിൽ NATA എക്സാം സ്കോറുകൾ ഉപയോഗിച്ച് സുതാര്യമായൊരു കൗൺസിലിങ്ങിലൂടെ സീറ്റ് ഉറപ്പാക്കുന്നതിന് കീം നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്തിരിക്കണം, ഈ എക്സാം അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് ഫോളോ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഇൻസൈറ്റ് 360 ആപ്പിൻ്റെ മെൻറ്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്.